ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ബർമിംഗ്ഹാം ട്രിപ്പാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ പ്രസ്റ്റൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബർമിംഗ്ഹാം ന്യൂ സ്ട്രീറ്റ് സ്റ്റേഷനിലേക്ക് ട്രെയിൻ പിടിച്ചു. അവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു ഹോട്ടൽ, സോൾട്ടി ഇൻ ഹോട്ടലിലായിരുന്നു നമ്മുടെ സ്റ്റേ. ഞങ്ങൾ നേരെ ഒന്ന് ഫ്രഷനപ്പ് ആയിട്ട് ആദ്യം തന്നെ നമ്മൾ കാണാൻ ഇറങ്ങിയ സ്ഥലമെന്ന് പറയുന്നത് ബ്രിൻലെ പ്ലേസ് ആണ്. അപ്പോൾ ബർമിംഗ്ഹാമിനെ പറ്റി പറയുവാണ്, UK തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റിയാണ്. ഹിസ്റ്ററി, മോഡേൺ ആർക്കിടെക്ചർ, ഷോപ്പിംഗ്, കനാൽസ് എല്ലാം കൊണ്ട് നല്ല രീതിക്ക് തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. അപ്പോൾ നമ്മുടെ ബ്രിൻലെ പ്ലേസ് എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ഫുൾ ഓഫ് കഫേസ് ആണ്, റെസ്റ്റോറൻറ്റ്സ്, കോഫി ഷോപ്സ് കൊണ്ട് നിറഞ്ഞതാണ്. ഔട്ട്ഡോർ സീറ്റിംഗ്, വാട്ടർ ഫ്രണ്ട് വ്യൂസ്, ഈവനിങ് അറ്റ്മോസ്ഫിയർ എല്ലാം നല്ല ബ്യൂട്ടിഫുള്ളാണ്. കോഫി കുടിക്കാനും ഫാമിലി ടൈമായിട്ട് എൻജോയ് ചെയ്യാനും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പ്ലേസ്. ബർമിംഗ്ഹാമിലെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വാട്ടർ ഫ്രണ്ട് ഡെസ്റ്റിനേഷൻസ് ഇതിലൊന്നാണ്. അപ്പോൾ ഈ ഏരിയ എന്ന് പറയുന്നത് ജെയിംസ് ബ്രിൻലെയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ജെയിംസ് ബ്രിൻലെ ആണ് 1700s ഇംഗ്ലണ്ടിൽ കനാൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത ഫേമസ് എഞ്ചിനീയർ. ഒരു സമയത്ത് ബർമിംഗ്ഹാമിന് സിറ്റി ഓഫ് 1000 ട്രേഡ്സ് എന്നാണ് പെട്ടിരുന്ന സ്ഥലം. ഈ കനാൽസ് വഴിയാണ് ഫാക്ടറീസിലുണ്ടാക്കിയ പ്രോഡക്ട്സ് UK മുഴുവൻ ട്രാൻസ്പോർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ബ്രിൻലെ പ്ലേസ് ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. 1990s ഈ ഏരിയ കംപ്ലീറ്റ്ലി റീഡെവലപ്പ് ചെയ്ത് റെസ്റ്റോറൻറ്റ്സ്, ഓഫീസസ്, ഹോട്ടൽസ്, കഫേസ്, പബ്ലിക് സ്പേസസ് ഒക്കെയുള്ള ഒരു മോഡേൺ ഡെസ്റ്റിനേഷൻ ആക്കി. ഇപ്പോൾ ബർമിംഗ്ഹാം വിസിറ്റ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ ടൂറിസ്റ്റും ഇവിടെ വന്ന് കനാൽ സൈഡ് എൻജോയ് ചെയ്യാറുണ്ടെന്നാണ് കേൾക്കുന്നത്. ആക്ച്വലി ബർമിംഗ്ഹാമിൽ വെനീസിനേക്കാളും കൂടുതൽ കനാൽ മൈൽസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ നടക്കുമ്പോൾ തന്നെ ക്ലോക്ക് ബെല്ല് റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. UK പല സിറ്റി സെൻറ്റേഴ്സിലും പോലെ തന്നെ ഇവിടെ ടൈം അനൗൺസ് ചെയ്യാൻ വേണ്ടിയാണ് ക്ലോക്ക് ചൈംസ് ഉപയോഗിക്കുന്നത്. ഒരു ഓൾഡ് ട്രഡീഷനാണ്. ബെൽ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ പ്ലേസിന് ഒരു ക്ലാസിക് ബ്രിട്ടീഷ് ഫീൽ കിട്ടുന്നതാണ്. അപ്പോൾ ഈ കാണുന്നത് ഒരു എക്സിബിഷൻ, ഒരു മ്യൂസിയം പോലെയാണ്. അടിപൊളി എക്സിബിറ്റ്സ് ആണ്, ഭയങ്കര വേർത്താണ്, ഹൈലി എക്സ്പെൻസീവാണ്. അതിൻ്റെ അകത്ത് വീഡിയോ അലൗഡ് അല്ലായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ ഇത് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഈ ഒരു എന്താ പറയുന്ന മ്യൂസിയം അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നത് തന്നെ ലൈബ്രറി ഓഫ് ബർമിംഗ്ഹാം ആണ്. യൂറോപ്പിലെ ലാർജസ്റ്റ് പബ്ലിക് ലൈബ്രറീസിലൊന്നാണിത്. 2013 ഓപ്പൺ ചെയ്ത ഈ ലൈബ്രറി മോഡേൺ ആർക്കിടെക്ചർ കൊണ്ട് വേൾഡ് ഫേമസ് ആണ്. ഇവിടെ മില്യൺസ് കണക്കിനാണ് ബുക്സ്, ആർച്ചൈവ്സ് ഉണ്ട്, സ്റ്റഡി സ്പേസസ്, എക്സിബിഷൻ ഏരിയാസ് എല്ലാം ഉണ്ട്. മോഡേൺ ആർക്കിടെക്ചറാണ് ആ ലൈബ്രറിയുടെ ഫ്രണ്ട് സൈഡൊക്കെ നമുക്ക് കാണാൻ പറ്റും. മൊത്തം ലൈബ്രറി സെൻറ്റർ പീസായിട്ട് മോഡേൺ ആർക്കിടെക്ചർ, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ള എല്ലാ സ്ട്രക്ചേഴ്സും, അങ്ങനെ പറഞ്ഞാൽ ഒരു ഓൾഡ് ആൻഡ് മോഡേൺ ബ്ലെൻഡായിട്ട് നമുക്ക് ആർക്കിടെക്ചേഴ്സ് എല്ലാം കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ലൈബ്രറി അകത്ത് തന്നെ കയറുമ്പോൾ ടോപ്പ് ടെറസിൽ നിന്ന് ബർമിംഗ്ഹാം സ്കൈലൈൻ കാണാൻ പറ്റുമേ. അപ്പോൾ ഫോട്ടോഗ്രാഫി ലവേഴ്സിന് ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആയിരിക്കും. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ ഭയങ്കര കാമായിട്ട്, ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള സ്പേസ്, നിറച്ചും ടൂറിസ്റ്റ് ഉണ്ടായിരുന്നു, ആൾക്കാരെല്ലാവരും ഉണ്ടായിരുന്നു. എന്നാലും ഭയങ്കര ഓബ്വിയസ്ലി ലൈബ്രറി ഭയങ്കര കാമായിരിക്കും, എന്നാലും ഇത് നല്ലൊരു പീസ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇറങ്ങുന്നതെന്ന് പറയുന്നത് വിക്ടോറിയ സ്ക്വയറിലേക്കാണ്. അപ്പോൾ ക്വീൻ വിക്ടോറിയയുടെ ഓണറിലാണ് ഈ സ്ക്വയറിൻ്റെ പേര്. അപ്പോൾ ഇവിടെ ബർമിംഗ്ഹാം ടൗൺ ഹാളുണ്ട്, കൗൺസിൽ ഹൗസ് ഉണ്ട്, ഫേമസ് സ്കൾപ്ചേഴ്സ് ഉണ്ട്, ഫൗണ്ടൻസ് എല്ലാം കാണാൻ പറ്റുമേ. സിറ്റി ഫെസ്റ്റിവൽസ്, അതേപോലെ തന്നെ ക്രിസ്മസ് മാർക്കറ്റ്, പബ്ലിക് ഈവൻറ്റ്സ് ഒക്കെ ഇവിടെയാണ് നടക്കുന്നത്. അപ്പോൾ വാക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സിറ്റിയുടെ ഹിസ്റ്ററിയും മോഡേൺ ഫീലും ഒരുമിച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമുക്ക് ഇവിടുന്ന് തന്നെയാണ് സിറ്റി സെൻറ്റർ, ബർമിംഗ്ഹാം സിറ്റി സെൻറ്റർ അടുത്ത് തന്നെയാണ് വരുന്നത്. വിക്ടോറിയ സ്ക്വയറിൽ നിന്ന് നമ്മൾ ബർമിംഗ്ഹാം സിറ്റി സെൻറ്റർ വഴിയാണ് നടന്ന് നമുക്ക് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാൻ പറ്റുന്നത്. അപ്പോൾ ഷോപ്പിംഗ് സ്ട്രീറ്റ്സ്, സ്ട്രീറ്റ് പെർഫോമൻസ്, റെസ്റ്റോറൻറ്റ്സ്, ഹിസ്റ്റോറിക് ബിൽഡിങ്സ്, മോഡേൺ സ്കൈ സ്ക്രേപ്പേഴ്സ് എല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. ബർമിംഗ്ഹാം UK ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനായിട്ടും ഭയങ്കര ഫേമസ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് ബർമിംഗ്ഹാം ന്യൂ സ്ട്രീറ്റ് സ്റ്റേഷനാണ്. റെയിൽവേ സ്റ്റേഷനും ഭയങ്കര ഫേമസ്. എന്താണെന്ന് പറഞ്ഞാൽ അത് വൺ ഓഫ് ദി ബിസിയസ്റ്റ് റെയിൽവേ സ്റ്റേഷൻസിലൊന്നാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനിയൊരു ട്രാവൽ വീഡിയോ ആയിട്ട് നമുക്ക് വേറെ ദിവസം കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.